ഹലോ ഹായ് നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രണ ഫാത്തിമയെ കുറിച്ചിട്ടാണ്. രണ ഫാത്തിമയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഏത്? നമ്മുടെ വൈൽഡ് കാർഡുകളുടെ കയ്യിൽ നിന്ന്. എസ്പെഷ്യലി നമ്മുടെ മസ്താനി. മസ്താനിയും രണ ഫാത്തിമയും തമ്മിൽ പേഴ്സണലി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാൽ പോലും മസ്താനി കൂടുന്ന ഗ്രൂപ്പും കൂടെ തീരുമാനിച്ചു രണ ഫാത്തിമയ്ക്ക് മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം കേട്ടപ്പോഴേ രണ ഫാത്തിമയുടെ കിളി പോയി. ലാലേട്ടൻ വരുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. മസ്താനിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് വന്ന് പറയുകയാണ്. കൈകൊണ്ട് കുറേ ആക്ഷൻസ് കാണിച്ചു. കൈകൊണ്ടല്ല, നടുക്കത്തെ വിരലുകൾ കൊണ്ട് എന്നോട് ഒരുപാട് വൃത്തികേടുകൾ കാണിച്ചു മസ്താനി. നടുക്കത്തെ വിരൽ ഇത്ര വലിയ പ്രശ്നമാണോ? തിങ്കൾ ചൊവ്വ ബുധൻ, തിങ്കൾ ചൊവ്വ ബുധൻ, എങ്ങനെ എണ്ണിയാലും നടുക്കത്തെ വിരലാണ് ബുധൻ വന്നിക്കുന്നത്. ഈ ബുധനാണോ ഈ പറയുന്ന കൊച്ചു പറയുന്ന പ്രശ്നം? ഏത്? നമ്മുടെ രണ ഫാത്തിമ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ എന്നാലും അങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കുന്നത് ശരിയല്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. രണയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചീവീട് അലയ്ക്കുന്ന പോലെ അലച്ചാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പുള്ളിക്കാരത്തി. അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. അതായത് നമുക്ക് കുറേ ഫൈറ്റുകൾ കാണാം. എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫൈറ്റ് രണയുടെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയായിട്ടോ വിവരമില്ലാത്ത ഒരാളായിട്ടോ ഞാൻ എന്തായാലും പരിഗണിച്ചിട്ടില്ല. നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ശക്തമായ പോരാളി ആണ് മസ്താനി എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ആ പുൽമൈതാനത്തിരുന്ന് അനുവിൻ്റെ അടുത്തിരുന്ന് മൂങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു 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 ആകാംക്ഷ അങ്ങോട്ട് പോയി. ഇത്രയൊക്കെ ഉള്ളോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ സീനിയർ വേഴ്സസ് ജൂനിയർ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈൽഡ് കാർഡുകളും നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻറ്റുകളും തമ്മിലുള്ള ഫൈറ്റ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ പോകും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ലാലേട്ടൻ വരട്ടെ, കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാവട്ടെ. രണ ഫാത്തിമയുടെ വിഷയങ്ങൾ സംസാരിക്കട്ടെ, എല്ലാവരുടെ വിഷയങ്ങളും സംസാരിക്കട്ടെ. ഓക്കെ, ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു.